അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ പുതിയൊരു വീഡിയോ കാണാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് PES 2014. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ഗെയിമാണ്, 2014 PES എഡിഷൻ ആണ്. അപ്പോൾ കോൺസോൾ വേർഷൻ ആണ്, മൊബൈൽ ഗെയിം അല്ല. അപ്പോൾ നമ്മൾ ഇത് കയറ്റണമെങ്കിൽ എമുലേറ്റർ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്ന് ഈ ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് PSP എമുലേറ്റർ ഗെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. ഈ സൈറ്റിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. FIFA 14 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ ഗെയിംസ് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വരും. നിങ്ങളൊരു ഹ്യൂമൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് സെക്കൻഡ്സ് പിടിക്കും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ. കണ്ടോ, നമ്മൾ ഇഷ്ടം പോലെ PSPത്തെ ക്ലാസിക് ഗെയിംസ് ഉണ്ടാവും. പണ്ടത്തെ ഒരു PSP ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും. കാരണം കുറേ നല്ല അടിപൊളി ഗെയിംസ് ഉണ്ട്. നമ്മളിന്ന് നോക്കുന്നത് PES 2014 ആണ്. ഓക്കെ, നമ്മൾ പണ്ടത്തെ ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. ഞാൻ കളിച്ചത് ഇപ്പോഴാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് സേവ് ഗെയിം എന്ന് അടിക്കുക. ഒരു 8 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. 5 4 3 2 1. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടോ? അപ്പോൾ ഡൗൺലോഡ് ആക്കിയെന്ന് പറയുന്നത് ഓൾറെഡി ഡൗൺലോഡ് ആയതുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അത്ര ഉള്ള അത് ഡൗൺലോഡ് സ്റ്റാർട്ട് ആയില്ലേ, കണ്ട ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണും. ഞാൻ ഡൗൺലോഡ് ചെയ്യില്ല. അപ്പോൾ അവസാനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ ഇവിടെ 1.03 GB ഉള്ള പ്രോ എവല്യൂഷൻ സോക്കർ 2014 എന്ന് പറഞ്ഞിട്ട് കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാക്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. മൈ ഫയൽസ് ആൻഡ്രോയിഡിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. iOSൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയില്ല. ആൻഡ്രോയിഡിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.07ൻ്റെ അടുത്തുള്ള ഒരു ഇത് കാണും. അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ എന്നിട്ട് PPSSPP എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഗെയിം എടുക്കാം. ഇത് നോക്കണ്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ്. ഒരു ഗെയിമും ഒരെണ്ണം പോലും ഉണ്ടാവില്ല. നമ്മൾ ഗെയിംസിൽ പോയിട്ട് ബ്രൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫയൽസിലാണ് എത്തുക. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലാണ് എത്തുക. നിങ്ങളെല്ലാ ഫയൽസും ഉണ്ടാവും ഈ ഫോണിലത്തെ. എന്നിട്ട് നമ്മൾ അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത കുറേ ഗെയിംസ് എല്ലാതും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്, പ്രോ എവല്യൂഷൻ PES 2014 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലാണ്. 1.14 GB ഉണ്ട്. നമ്മൾ ജസ്റ്റ് യൂസ് ദിസ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് അലോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. PES 2014 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിട്ടും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഗെയിം ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത്. കണ്ടോ, നല്ലൊരു ഇൻ്റർഫേസ് എല്ലാതും ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇങ്ങനൊരു ഇൻട്രോയാണ്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യാം. പ്രസ് എനി ബട്ടൺ. നല്ല ലോഗോ മ്യൂസിക്കൊക്കെ വരും. ഇപ്പോൾ കുറേ ടൈപ്പ് മ്യൂസിക് ഉണ്ട്. ഇൻട്രോ മ്യൂസിക് കുറേ ഉണ്ട്. ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ ടൈപ്പുള്ള മാച്ചസ് കളിക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ സാധാ മാച്ചാണ്. എന്ന് വെച്ചാൽ എക്സിബിഷൻ, ഫ്രണ്ട്ലി മാച്ച് അതൊക്കെയാണ്. പെനാൽറ്റീസ് ആയിട്ട് കളിക്കാം. എക്സിബിഷൻ, എക്സാക്ട്, പെനാൽറ്റീസ്. പിന്നെന്ന് പറയുമ്പോൾ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാനാണ്. പക്ഷേ ഇത് എമുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ വർക്ക് ആവില്ല. കാരണം അത് വേണമെങ്കിൽ നിങ്ങൾ PSPയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ എൻ്റെ കയ്യിൽ PSP ഇല്ല. PSP ഉള്ളവരായാലും ഈ എമുലേറ്റർ വഴി സൈൻ ഇൻ ചെയ്യാൻ പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ UEFA ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. കാരണം ഈ സമയത്തൊക്കെ ഫിഫയിലല്ല, കൊനാമിയുടെ കയ്യിലായിരുന്നു UEFAയുടെ ലൈസൻസ് ഉണ്ടായിരുന്നത്.
പിന്നെ കോപ്പ ലിബർട്ടഡോറസ് എന്ന് വെച്ചാൽ നമ്മുടെ ലാറ്റിൻ അമേരിക്ക ഇല്ലേ, സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കൻ ക്ലബ്സ് അവരുടെ തമ്മിലുള്ള സൗത്ത് അമേരിക്ക മാത്രമല്ല അവരുടെ ഒരു അറിയാലോ കോപ്പ ലിബർട്ടഡോറസ് അതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബ്ബ് നമ്മൾ മാനേജർ ആവാം. ഇഷ്ടമുള്ള ഒരു ക്ലബിൻ്റെ മാനേജറായിട്ട് സൈനിങ്സ് നടത്താം, ടാലൻറ്റിനെ എടുക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം പ്ലേയേഴ്സിനെ. പിന്നെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആണിത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ വെച്ചിട്ട് നമുക്ക് ഈ ഗെയിം കളിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അവരെ. ഇഷ്ടമുള്ള നല്ലൊരു ക്ലബിലേക്ക് സെറ്റ് ചെയ്തിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കളിക്കാം. പിന്നെ അടുത്തതുള്ളത് വേൾഡ് പ്ലെയർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറായിട്ട് കളിക്കാം. എന്ന് വെച്ചാൽ റൊണാൾഡോ, മെസ്സി, നെയ്മർ, ബെൻസിമ ആരുടെ വേണേലും കളിക്കാം. അപ്പോൾ അതത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുൾ ലീഗ് കളിക്കുക. പിന്നെയുള്ള ഈ ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് റിയൽ മാഡ്രിഡ് എടുക്കാം, ബാഴ്സലോണ എടുക്കാം, ഇഷ്ടമുള്ള ക്ലബ്ബായിട്ട് നമുക്ക് ഫുള്ളൊരു ലീഗ് കളിക്കാം. ഇതെന്ന് പറയുമ്പോൾ കുറേ ടൈപ്പിലുള്ള ടൂർണമെൻറ്റ്സ് ഉണ്ട്. വേൾഡ് കപ്പ്, യൂറോസ്, കോപ്പ അമേരിക്ക എല്ലാം ഇങ്ങനെയുള്ള കുറേ ടൂർണമെൻറ്റ്സ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ട്രെയിനിങ് ആണ്. ഇപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആണ്. ഇത് പറഞ്ഞാൽ നമുക്ക് പ്ലേയേഴ്സിനെ ടീമിനൊക്കെ എഡിറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ടീമിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ആട്രിബ്യൂട്ട്സ് ഒക്കെ മാറ്റാം. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ആട്രിബ്യൂട്ട്സ് തന്നെ ഫുള്ളാക്കാം. എല്ലാം ഇഷ്ടമുള്ളത് ചെയ്യാം. ഗാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ്സ് ഒക്കെയാണ്. ഇതിൽ പറഞ്ഞാൽ സെറ്റിങ്സ് ആണ്. അത് അത്രേ ഉള്ളൂ. ഇത്രയുള്ള ഈ ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടീമായിട്ട് ഫുള്ള് ചാമ്പ്യൻസ് ലീഗ് കളിച്ച് ജയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇതെന്തൊക്കെയാണെന്ന് അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം, കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ ചെയ്യിക്കുക. ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ് ഔട്ട്.